നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനലിറ്റി സെഷനിൽ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഒക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ആ ഒരു മെയിൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ ഇഷ്യൂസ് ഓഫ് അൺറെഗുലേറ്റഡ് AI സർവൈലൻസ് ഉള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ രണ്ട് ടോപ്പിക്കും നമ്മുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇവിടെ AI സർവൈലൻസ് മൂലം ഉണ്ടാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് മെയിൻലി അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം പറയുവാണെങ്കിൽ റീസെന്റ് ഇപ്പം ഈ ഒരു വർഷത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തെലങ്കാനയിൽ അവിടെ പോലീസ് പറഞ്ഞ പോലെ AI ക്യാമറകൾ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്ത ഡേറ്റാസിൽ ഈ പറഞ്ഞ ലീക്കേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റ തെഫ്റ്റോടൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നമ്മൾ ട്രാഫിക് വയലേഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് AI ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റാസ് സേഫ് ആയിട്ടാണോ സൂക്ഷിക്കുന്നത്, അതെയോ അത്തരത്തിലുള്ള ഡേറ്റാസ് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ, ആ ഡേറ്റ ബ്രേക്കിംഗ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് തുടങ്ങിയൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഇത് ഇന്റേണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിൾ PM കിസാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ചെറിയൊരു സബ് ആർട്ടിക്കിൾ ആയിട്ട് വന്നിട്ടുണ്ട്. PM കിസാനെ കുറിച്ച് അതുപോലെ MSP മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ആ രണ്ട് ടോപ്പിക്കും ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇവിടെ ഗവൺമെന്റ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ഇന്നത്തെ ബിസിനസ് ലൈൻ മാഗസിനകത്ത് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഇഷ്യൂസ് ഹാമ്പറിംഗ് AI അഡോപ്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ AI അഡോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടോപ്പിക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പോളിസി റിലേറ്റഡ് ആയിട്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ആർട്ടിക്കിൾസ് നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ഗ്ലിംസിന്റെ മോഡൽ MCQ സോൾവ് ചെയ്ത് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ് ദ ചലഞ്ച് ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഓക്കെ, ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കാം. അതിനുശേഷം അതിന്റെ ചലഞ്ചസിലേക്ക് കുറിച്ച് നമുക്ക് പോകാം. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആ പേര് പോലെ തന്നെയാണ്. മീൻസ് ഒരു രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ക്വാളിറ്റി ഹെൽത്ത് കെയറുകൾ പ്രൊവൈഡ് ചെയ്യുക, അതും അഫോർഡബിൾ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് റിഫേഴ്സ് ടു എ യൂട്ടോപ്പിയൻ സൊസൈറ്റി വെയർ ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ ദാറ്റ് ഈസ് അഫോർഡബിൾ. ഇവിടെ ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും വെറും ഒരു ഹെൽത്ത് കെയർ അല്ല, ഈ ഒരു ടേം തന്നെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയിരിക്കണം. ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ ലാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റും. ഹെൽത്ത് കെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷേ ക്വാളിറ്റി ഹെൽത്ത് കെയർ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് NFS നാഷണൽ 1 മിനിറ്റ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 2020-21 ഡേറ്റ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ സർവേ നടത്തിയതിനകത്ത് ബഹുഭൂരിപക്ഷം വിച്ച് മീൻസ് ഗ്രേറ്റർ ദാൻ 50%, 50% മുകളിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ 50%, 50% മുകളിൽ ആളുകളും എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സ നേടാനായിട്ട് പലപ്പോഴും പോകുന്ന പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസിലേക്കാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ബിക്കോസ് അവിടങ്ങളിൽ ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് ഇല്ലാത്തത് കാരണം അസുഖങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ കൂടുതൽ എങ്ങോട്ടേക്ക് പോകുന്നു? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ് ആശ്രയിക്കുന്നത് വരുന്നത്. ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ ആശ്രയിക്കുന്നത് ജനങ്ങളുടെയൊക്കെ തന്നെ ഈ പറഞ്ഞ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. ഇറ്റ് മീൻസ് നമുക്ക് ഒരുപാട് പൈസ ചെലവാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പൈസ ചെലവാകുമ്പോഴേക്കും ക്വാളിറ്റി ഓഫ് ലിവിങ്, ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഡിറ്റീറിയേറ്റ് ചെയ്യാനായിട്ട് കുറയാനായിട്ടുള്ള ചാൻസുകളും അവിടെ വളരെ കൂടുതലാണ്. ബിക്കോസ് ഏൺ ചെയ്യുന്ന പൈസ മുഴുവനും അല്ലെങ്കിൽ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അതും ഫുള്ള് ഹോസ്പിറ്റലിലേക്ക് ചെലവായി കഴിയുമ്പോഴേക്കും ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനൊക്കെ തന്നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ആ ഒരു ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ എഫക്ട് പതുക്കെ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും. മീൻസ് ഹോസ്പിറ്റൽ മേഖലകളിലൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു മാറ്റങ്ങൾ, ക്വാളിറ്റി ഹെൽത്ത് കെയറുകൾ അല്ലെങ്കിൽ കൂടുതലും ഇൻഷുറൻസ് കവറേജുകൾ ഒക്കെ തന്നെ നമുക്ക് കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ ആ ഒരു ടോപ്പിക് ക്വാളിറ്റി ഹെൽത്ത് കെയർ അതും അഫോർഡബിൾ റേറ്റിലേക്ക് എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളതാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രസൻസിനെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പലപ്പോഴും നമ്മൾ ഈ ആബ്സെൻസ് ഓഫ് ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആൾക്ക് ഇൽനെസ് എന്ന് പറയുന്നത് ഇന്റേണലി വേണമെങ്കിൽ പോസിബിൾ ആണ്. വിച്ച് മീൻസ് ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ബോത്ത് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്തും ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധ കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് എൻകോംപസസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ വെൽബീങ് ഉണ്ട്, അതുപോലെ ഡിസീസ് പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. ഇതെല്ലാം ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ദെൻ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ഈ പറഞ്ഞ പോലെ നമ്മുടെ
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. യുഎനിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ വൺ ഓഫ് ദ അജണ്ട കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 3 SDG 3 എന്ന് പറയുന്ന ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ് പറയപ്പെടുന്നത്. അവിടെ കൃത്യമായിട്ടും ഏതും കൂടെ വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും കൂടെ പറയാൻ പറ്റും. ബിക്കോസ് ഈ ഒരു ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിനകത്ത് കവറേജ് ഓഫ് എസെൻഷ്യൽ ഹെൽത്ത് സർവീസസ് ഒക്കെ തന്നെ അതിന് താഴെപ്പായി വരുന്നുണ്ട്. സോ ഇവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും കാണാൻ സാധിക്കും. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ WHO തന്നെ ഡെഫിനേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഹെൽത്ത് മീൻസ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഡിസീസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, സോഷ്യൽ വെൽബീങ് എല്ലാം കൂടെ ചേർന്നാണ് ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ട് തന്നെ WHO അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. 2018 ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡേറ്റ ഒക്കെ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയ ആ ടൈമിലാണ് ഈ ഒരു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ടൊക്കെ വരുന്നത്. അതിനുശേഷം വന്ന മാറ്റങ്ങൾ ഞാൻ അടുത്ത സ്ലൈഡിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇന്ന് നിലവിൽ ലോകത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൂടിയാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നുള്ള കാര്യം ഓർക്കുക. ഇതിപ്പോൾ അറിയപ്പെടുന്ന ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് അഭിയാൻ എന്നൊക്കെ അറിയപ്പെടുന്നു ഈ ഒരു പോയിന്റ് തന്നെയാണ്. സോ യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിനെ ഒരു ഹോളിസ്റ്റിക് വേയിലൂടെ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ കാണിച്ചിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2018 ഫസ്റ്റ് ഗ്രാഫിൽ ഫിനാൻഷ്യൽ 2018 ആണ്. ഈ ഒരു ടൈമിൽ ഗവൺമെന്റ് ആനുവൽ സ്പെൻഡിംഗ് ടേംസ് ഓഫ് GDP പറയുവാണെങ്കിൽ 1.35% ഓഫ് GDP ആയിരുന്നു ഹെൽത്ത് മേഖലയിലേക്ക് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് താരതമ്യേന കുറവാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു ഡാർക്ക് ബ്ലൂവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ജനങ്ങളുടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ജനങ്ങളുടെ 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 48.8 രൂപ, അതായത് 48 രൂപ 80 പൈസ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മേഖലയിലേക്കുള്ള ചെലവായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഈ സമയങ്ങളിൽ സർക്കാരിന്റെ ചെലവെന്ന് പറയുന്നത് 40 രൂപ 80 പൈസ മാത്രമായിരുന്നു. വിച്ച് മീൻസ് സർക്കാരിന്റെ ചെലവിനേക്കാൾ കൂടുതൽ ഇവിടെ ഹെൽത്ത് മേഖലയിൽ ചെലവാക്കിക്കൊണ്ടിരുന്ന ആരാണ്? ജനങ്ങളാണ് ചെലവാക്കിക്കൊണ്ടിരുന്നത്. അത് പതുക്കെ പതുക്കെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ആ ഒരു ടൈം പീരീഡ് ആയപ്പോഴേക്കും നമ്മൾ ആ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് അഭിയാൻ ഈ പറഞ്ഞ പോലെ റോൾ ഔട്ട് ചെയ്തതിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ചുകൂടെ നമ്മൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈ പറഞ്ഞ പോലെ ആ ഒരു താരതമ്യേന വർദ്ധിച്ച് പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ 1.84% ഓഫ് അവർ GDP ആണ് നമ്മളിപ്പോൾ ഹെൽത്ത് മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 39.4 ആയിട്ട് കുറയാൻ സാധിച്ചു. ഗവൺമെന്റ് സ്പെൻഡിങ് 48 റുപ്പീസ് ആയിട്ട് ഉയർത്തിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു അപ്രോച്ച് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പോവർട്ടിയിൽ നിന്നും ആളുകളെ കരകയറ്റിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചെന്ന് വന്നേക്കത്തില്ല. സ്റ്റിൽ ഒരുപാട് ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകൾ പോവർട്ടിയിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ചാൻസുകളും ഇതിലൂടെ കൂടുതലാണ്. സോ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും ക്വാളിറ്റി ഹെൽത്ത് കെയർ ദാറ്റ് ടു ഇൻ അഫോർഡബിൾ റേഞ്ചിലാണ് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അക്സസിബിൾ ഹെൽത്ത് കെയർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അക്സസിബിൾ ആയിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ ഇറ്റ് മസ്റ്റ് ബി നോൺ ഡിസ്ക്രിമിനേറ്ററി ആൻഡ് ഫിസിക്കലി ആക്സസിബിളും കൂടി ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എല്ലാവർക്കും പോസിബിൾ ആയിരിക്കണം ആക്സസിബിൾ. ദെൻ അഫോർഡബിൾ ആയിരിക്കണം. ഹെൽത്ത് കെയർ സർവീസ് ആർ അഫോർഡബിൾ സോ ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഫേസ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്സ്. നമ്മൾ നല്ല ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള നല്ല ഫീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാവർക്കും അഫോർഡബിൾ ആവും? ഇല്ല, പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കണം. അതും അഫോർഡബിൾ രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. ക്വാളിറ്റി ഹെൽത്ത് കെയർ അത് സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ടൈംലി ഇക്വിറ്റബിൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആയിരിക്കണം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും അതുപോലെ ജനങ്ങളുടെയൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. ബിക്കോസ് ഇതിന്റെ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാം പോവർട്ടി എലിവേഷൻ. ബിക്കോസ് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നന്നായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ പോവർട്ടിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. സോ പോവർട്ടി എലിവേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മാറാനായിട്ട് ജനങ്ങളെ ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ക്യാപിറ്റൽ, ബിക്കോസ് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ക്യാപിറ്റൽ അതിന്റെ പൊട്ടൻഷ്യൽ ലെവലിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. പിന്നെ റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റീസ്. ഇപ്പം ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും ഇൻകത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്തരത്തിൽ സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ടും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നമുക്ക് സാധിക്കും. ബിക്കോസ് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അത്യാവശ്യം ജനങ്ങൾക്കാണെങ്കിൽ വരുമാനമായി കഴിയുമ്പോഴേക്കും ഈ ഇൻഇക്വാളിറ്റീസ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇറ്റ് വിൽ ഓൾസോ ക്രിയേറ്റ് ജോബ് ക്രിയേഷൻ. ബിക്കോസ് ഹോസ്പിറ്റൽ മേഖലകളിൽ കൂടുതൽ ക്വാളിറ്റി ഹെൽത്ത് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കിൽഡ് വർക്ക് ഫോഴ്സുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. ഡോക്ടേഴ്സിനായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ നഴ്സുമാരും അറ്റൻഡേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അതിലൊരു ജോബ് ക്രിയേഷനും കൂടിയാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ
ഹെൽത്ത് കെയർ കവറേജ് എന്ന് പറയുവാണെങ്കിൽ. ദെൻ നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ നമുക്ക് ഹോസ്പിറ്റൽസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റുകളും ഒക്കെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. ദെയർ ബൈ അൾട്ടിമേറ്റ്ലി നമുക്ക് ഏത് അച്ചീവ് ചെയ്യാൻ സാധിക്കും? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബിക്കോസ് ഓൾറെഡി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് ഹെൽത്ത് കെയർ ഉണ്ട്, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സസ്റ്റൈൻ ഡെവലപ്മെന്റുകളൊക്കെ തന്നെ നമുക്ക് മീൻസ് ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുകൾ പോസിബിൾ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ബട്ട് ഇതിന് ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ലാക്ക് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ്. ഇപ്പം WHO തന്നെ കണക്കുകൾ പ്രകാരം പറയുവാണെങ്കിൽ ദർ ഷുഡ് ബി ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഐഡിയൽ റേഷ്യോ ഓഫ് ഡോക്ടർ ടു പേഷ്യൻ എന്ന് പറയുന്നത് 1 ഡോക്ടർ പെർ 1000 പീപ്പിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു 1 ഡോക്ടർ പെർ 1511 പീപ്പിൾ ആണ് സിറ്റുവേഷൻ നിൽക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ ഡോക്ടേഴ്സിന് നല്ലൊരു സ്കേഴ്സിറ്റി ഉണ്ട്. ഇപ്പൊ ഇത്രയും ആളുകളെ ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ശരാശരി കണക്ക് പറയുമ്പോഴേക്കും ഒരു പേഷ്യന്റിന് മതിയായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് ഒരുപക്ഷെ ഒരു ഡോക്ടറിന് സാധിച്ചേക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്ക് ഫോഴ്സിന് ലിമിറ്റേഷൻ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടറിലെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസേഷൻ കെയറോ ഔട്ട് പേഷ്യന്റ് കെയറുകളോ ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അത് അൺഅഫോർഡബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലോ ക്വാളിറ്റി മീൻസ് പൈസ കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവിടങ്ങളിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഹെൽത്ത് കെയറുകൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് കിട്ടിയെന്ന് വന്നേക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് സെക്ടറിലെ അൺറെഗുലേറ്റഡ് ആക്ടിവിറ്റീസ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിലും ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുമിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ പോലും അത് 2.1% ഓഫ് GDP മാത്രമേ ഉള്ളൂ. ഇത് മറ്റു പല രാജ്യങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 9% ഓഫ് GDP ആണ് നമ്മൾ ഡിഫൻസിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഹെൽത്തിലേക്ക് നമ്മൾ എത്രത്തോളം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ? 2.1% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇതിനകത്ത് എൻറോൾമെന്റ് അത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണെങ്കിലും ഉണ്ടെങ്കിലും അതിനകത്ത് പലപ്പോഴും ആളുകൾ എൻറോൾ ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പം ഇൻവാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പേഴ്സ് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സൈസ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സൈസ്, ഹെൽത്ത് IDസിന്റെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്, വീടിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസ് ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഷുറൻസ് സ്കീമുകൾ കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന കാരണം ഒരുപാട് ആളുകൾ ആ ഒരു സ്കീമിൽ നിന്നും പിന്തള്ളപ്പെടാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റൂറൽ അർബൻ ഡിവൈഡ് നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് മീൻസ് ഇപ്പം ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിലും കൂടുതലുള്ളത് നല്ല നല്ല ഹോസ്പിറ്റൽസ് കൂടുതലുള്ളത് നമുക്കറിയാം നഗരങ്ങളിലാണ്. അപ്പൊ അവിടങ്ങളിൽ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെയോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി ഗ്രാമങ്ങളിൽ ഈ പറഞ്ഞ കൂടുതലായിട്ടും ആശുപത്രികൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവർക്ക് കുറച്ചുകൂടെ യാത്രാ സൗകര്യം ഒക്കെ തന്നെ കൂടുതൽ നഗരങ്ങളിലായതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ആളുകൾ തയ്യാറാകാറില്ല എന്നുള്ളതും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ 2011 സെൻസസ് പ്രകാരം നോക്കുവാണെങ്കിൽ 68% ആളുകളും ഇന്ത്യക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള റൂറൽ അർബൻ ഡിവൈഡും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചലഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ചലഞ്ചസിനെ കൂടെ നമുക്ക് മറികടക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്ന പോലെ തന്നെ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു പോയിന്റിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗുഡ് ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഹെൽത്തിനെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ടും SDG 3 മെൻഷൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിളാണ്, ഇതും എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ദ ലീഗൽ ഗ്യാപ്സ് ഇൻ ഇന്ത്യസ് അൺറെഗുലേറ്റഡ് AI സർവൈലൻസ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന ഈ AI സർവൈലൻസിന്റെ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസും കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പം മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പം ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും നമ്മൾ ട്രാഫിക് വയലേഷൻസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് AI ബേസ്ഡ് ക്യാമറ സിസ്റ്റംസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള ഡേറ്റാസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എന്താ പറയുക ഡേറ്റ സർവൈലൻസ് റിലേറ്റഡ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ആണെങ്കിലും AI ക്യാമറകൾ ഡിപ്ലോയ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. ബിക്കോസ് അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻസ് മാത്രമല്ല, ഒരു മാസ് ഗ്യാതറിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളിപ്പോൾ സർവൈലൻസിനായിട്ട് AI ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടങ്ങളിൽ ഒരു മാസ് ഗ്യാതറിംഗ് നടക്കുവാണെങ്കിൽ നമുക്കറിയാം ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു പ്രധാനപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന ഒരു വേദിയിൽ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു വേദിയിലാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്രൗഡ് മിസ്മാനേജ്മെന്റ് ഉണ്ടാകുകയും അതുവഴി ഒരു ഡിസാസ്റ്ററിലേക്ക് അത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ക്രൗഡിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഇതുപോലുള്ള മാസ് ഗ്യാതറിംഗ്സിൽ. ഇവിടങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ മാനുവൽ ആയിട്ട് ആളുകളെ വെച്ചുകൊണ്ടിട്ട് നമ്മൾ എല്ലാവരെയും സർവൈലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരന്തരം ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ടിട്ട് ആ CCTV ക്യാമറകൾ ഉപയോഗിച്ച് ആ ക്രൗഡിനെ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ കൂടുതൽ ഈ പറഞ്ഞ മാൻ പവർ യൂസേജ് വരുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പൊ നമുക്ക് മാൻ പവർ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അവിടങ്ങളിൽ ഇത് മാൻ പവർ കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സർവൈലൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പകരമാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് AI ക്യാമറാസ് ഉപയോഗിക്കുന്നത്. അപ്പം AI ക്യാമറാസിലൂടെ നമ്മൾ
അതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മെഷീൻ ലേണിംഗിലൂടെ അതിനകത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെയും ഫേഷ്യൽ റെക്കഗ്നേഷൻ വെച്ചിട്ട് ആളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ്മെന്റ് എന്തായിരിക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടീച്ചിങ് മെഷീൻ ലേണിംഗ് അതിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളെ ആ ഒരു മാസ് ഗാദറിങ്ങിനകത്ത് ഓരോരോ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ എല്ലാ സമയത്തും എടുത്തുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു അലാറം സിറ്റുവേഷനിലേക്ക് കൺട്രോൾ റൂമിലേക്ക് പോവുകയും അവിടുന്ന് അത് ഉടനെ സെക്യൂരിറ്റി പേഴ്സൺസിന് ആ വ്യക്തിയെ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇത്തരത്തിൽ സർവൈലൻസ് സിസ്റ്റത്തിനകത്ത്. പക്ഷേ അതേ സമയത്ത് ടെക്നോളജി ആണല്ലോ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള സർവൈലൻസ് സിസ്റ്റത്തിന് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് ഡേറ്റാസ് അറ്റ് എ ടൈം കളക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു ഗ്യാതറിംഗ് നടക്കുമെന്ന് വിചാരിച്ചു, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടെ വരുന്ന ആളുകൾ കൂടുതൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ അതൊരു ഡേറ്റയാണ്. ഇനി അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ സ്കിൻ ടോൺ എന്താണ്, ആളുകൾ ഈ പറഞ്ഞ പോലെ വൈറ്റ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് അവിടുത്തെ സ്കിൻ ടോൺ എന്താണ് കൂടുതലും വന്നിരിക്കുന്ന ആളുകളുടെ, ഇങ്ങനെയുള്ളതൊക്കെ ഡേറ്റാസ്. ബിക്കോസ് ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ അത് വലിയ രീതിയിലുള്ള ബിഗ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇതൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഈ ഡേറ്റാസ് ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ആളുകളുടെ സ്കിൻ ടോൺ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്നത് വലിയൊരു ഡേറ്റയാണ്. ആ ഡേറ്റാസ് സേഫ് ആയിട്ടാണോ സൂക്ഷിക്കുന്നത്, അവിടെ എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിക്കോസ് ഇതിനൊരു ഉദാഹരണമായിട്ടാണ് റീസെന്റ് ഈ വർഷം തുടക്കത്തിലായിരുന്നു തെലങ്കാന പോലീസിന് ഈ പറഞ്ഞ പോലെ അവിടെ ഇത്തരത്തിൽ കളക്ട് ചെയ്തുകൊണ്ട് ഡേറ്റാസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു കൺസേൺസ് ഇപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഡേറ്റ കളക്ഷൻ ഇത് ബാധിക്കുന്നുണ്ട്. എത്രത്തോളം സേഫ് ആണ് ഈ ഡേറ്റാസ് ഒക്കെ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൈവസി തന്നെയാണ്. നമുക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. ആ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ നമ്മൾ പഠിക്കുന്നതാണ്. കേസ് കുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് കേസ് ഓഫ് 2017 പ്രകാരമാണ് നമുക്ക് റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 കിട്ടിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിലൂടെ നമ്മുടെ എന്തെങ്കിലും ഡേറ്റ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇതൊക്കെ നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഫ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമേജസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി പറഞ്ഞ പോലെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഹാം ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള ഡിഫേമേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇന്ന കളറുള്ള വ്യക്തികളെ കൂടുതൽ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെയുള്ള ഡേറ്റാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നിവയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ഇൻട്രോഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സോ എന്തൊക്കെയാണ് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇത്തരത്തിൽ സർവൈലൻസിനകത്ത് ഉപയോഗിക്കുന്ന ഗുണങ്ങൾ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം എൻഹാൻസ് എഫിഷ്യൻസി ആണ്. ബിക്കോസ് മൾട്ടിപ്പിൾ ക്യാമറാസ് ഉപയോഗിച്ച് റിയൽ ടൈം ഈ പറഞ്ഞ പോലെ നമ്മളിത് എൻഷുർ ചെയ്യുമ്പോഴേക്കും എത്ര വലിയ ക്രൗഡിനെ നമുക്ക് അറ്റ് എ ടൈം മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഇതുപോലെ സർവൈലൻസ് വെച്ചിട്ട്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ നോർമൽ സർവൈലൻസ് ആണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റി പേഴ്സൺസിനെയും ഒക്കെ തന്നെ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ എറർ എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ എറർ ഉണ്ടാകത്തില്ല എന്നല്ല, ബട്ട് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് നോർമലി ഈ നമ്മൾ ചെയ്യുന്ന ഒരു മാനുവൽ സർവൈലൻസിനേക്കാളും മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്ന താരതമ്യം ഇവിടെ കുറവായിരിക്കും. എന്താണ് എൻഹാൻസ്ഡ് എഫിഷ്യൻസി ആയിട്ട് ഇവിടെ മാറുന്നത്. പിന്നെ കൂടുതലും ഓട്ടോമേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് ഹ്യൂമൻ സൂപ്പർവിഷൻ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മോണിറ്റർ ലാർജ് ഏരിയസ് ഓർ ന്യൂമറസ് ലൊക്കേഷൻ അറ്റ് വൺസ്. ഒരേ സമയത്ത് ഈ പറഞ്ഞ നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ സർവൈലൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ റിയൽ ടൈം ത്രെറ്റ് ഡിറ്റക്ഷൻ ഒക്കെ തന്നെ സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ പോസിബിൾ ആണ്. ബിക്കോസ് എ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ്മെന്റ് ഒക്കെ തന്നെ പ്രെഡിക്ട് ചെയ്യാനായിട്ടൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിയൽ ടൈം ത്രെറ്റ് ഡിറ്റക്ഷൻ ഒക്കെ തന്നെ പോസിബിൾ ആണ്. പിന്നെ കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ബട്ട് അതേ സാധനം ഇതിനകത്ത് കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആർട്ടിക്കിൾ പറയുന്ന പോലെ പ്രൈവസി കൺസേൺസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ബിക്കോസ് ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ്, പേഴ്സണൽ ഡേറ്റാസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ അതൊക്കെ ഒരു പ്രൈവസി കൺസേൺസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈവൻ നമുക്കിപ്പം ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2023 എന്ന് പറയുന്ന ആക്ട് ഉണ്ട്, ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023 ഉണ്ട്. ഈ ആക്ട് പ്രകാരം നമ്മുടെ കൺസേണോടുകൂടി മാത്രമേ നമ്മുടെ ഡേറ്റാസ് ഒക്കെ തന്നെ കളക്ട് ചെയ്ത വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാടധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ലൂപ്പ് ഹോൾസ് എന്ന് പറയുമ്പോൾ ആ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 തന്നെ ഗവൺമെന്റിന് ഒരുപാട് അധികാരം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് ജനങ്ങളോട് ഈ പറഞ്ഞ പോലെ ചോദിച്ചില്ലെങ്കിൽ പോലും വേണമെങ്കിൽ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആ ഡേറ്റാസ് ഗവൺമെന്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഇവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും പോലീസ് ഒക്കെ ആണെങ്കിലും കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് അത് ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല. മീൻസ് വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് തെലങ്കാനയുടെ എക്സാമ്പിൾ ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അതങ്ങനെ വരുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ലീഡ് ടു ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടാർഗറ്റിംഗ് ഓഫ് സർട്ടൻ പോപ്പുലേഷൻ സച്ച് ആസ് പീപ്പിൾ ഓഫ് കളർ ഓർ വുമൺ. ദിസ് കുഡ് ലീഡ് ടു റോങ്ഫുൾ ഐഡന്റിഫിക്കേഷൻ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളും ഇവിടെയുണ്ട്. പിന്നെ സെക്യൂരിറ്റി റിസ്കുകളും ഇവിടെ കൃത്യമായിട്ടുണ്ട്. ബിക്കോസ് ഇതൊക്കെ നമ്മൾ ഡേറ്റ സൂക്ഷിച്ചു വിചാരിച്ചു സേഫ് ആയിട്ട് ഒരു ഇപ്പൊ സെർവറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സെർവറിൽ എന്തെങ്കിലും ഹാക്കിംഗ് ചെയ്ത് അങ്ങനെ അതിനകത്ത് ഡേറ്റാസ് ഒക്കെ മീൻസ് ഈ പറഞ്ഞ പോലെ
സ്റ്റോളൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാസ് ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതിനകത്ത് എപ്പോഴും സൈബർ അറ്റാക്കിന്റെ അല്ലെങ്കിൽ ഹാക്കിങ്ങിന്റെ വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യവും ഇതിനകത്തൊരു സെക്യൂരിറ്റി റിസ്ക് തന്നെയാണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് കുറവെന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് കോസ്റ്റ് കുറവാണ്, ബട്ട് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ബിക്കോസ് ഇതിന്റെ എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുക, സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുക, അതിനുള്ള സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യുക തുടങ്ങിയൊക്കെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചലഞ്ചിങ് ആയിട്ട് നമുക്ക് പറയേണ്ടതാണ്. അപ്പം എയുടെ പൊതുവായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും സർവൈലൻസിന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൽ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രൈവസി കൺസേൺസ് ആണ്. ആ പ്രൈവസി കൺസേൺസിനെ കൂടെ കൃത്യമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ഒക്കെ തന്നെ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് PM കിസാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഡബിൾ ദ PM കിസാൻ എമൗണ്ട്, ഇംപ്ലിമെന്റ് ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP ഹൗസ് പാനൽ റിപ്പോർട്ട്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ കൊടുത്തതാണ്. നമ്മുടെ PM കിസാന്റെ ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ 6000 രൂപയാണ് ഒരു വർഷം ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിന് സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് 12000 രൂപയിലേക്ക് ഉയർത്തണമെന്നും അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ്. MSPക്ക് നിലവിൽ പറയുവാണെങ്കിൽ ലീഗൽ ബാക്കപ്പ് ഇല്ല. ഇപ്പൊ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സർക്കാരിലേക്ക് പാർലമെന്റിലേക്ക് റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് MSPക്കകത്ത് ലീഗൽ ബാക്കപ്പ് കൊടുക്കണം. വിച്ച് മീൻസ് ഇപ്പൊ നിലവിലെ സർക്കാരാണെങ്കിൽ ഇപ്പം MSP നമ്മൾ ബിഫോർ ദ സോയിങ് ഡിക്ലെയർ ചെയ്യുമല്ലോ. ഇപ്പൊ ഒരു നെല്ലിനാണ് 25 രൂപ ഡിക്ലെയർ ചെയ്തു. ഇപ്പം പ്രൊക്യൂർമെന്റ് സമയത്ത് ആ 25 കൊടുക്കണം നിർബന്ധമില്ല. ബിക്കോസ് ലീഗൽ ബാക്കപ്പ് ഇല്ലാത്ത കാരണം അത് പ്രൊക്യൂർ ചെയ്തതിനേക്കാളും താന്നൊരു വിലയ്ക്ക് പ്രൊക്യൂർ ചെയ്താലും നമുക്കൊന്നും കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലീഗൽ ബാക്കപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് കർഷകർ എപ്പോഴത്തെ ആവശ്യം. അതാണ് നിലവിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിലും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അത് വന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓർത്തിരിക്കുക, നിലവിൽ MSPക്ക് ലീഗൽ ബാക്കപ്പ് ഇല്ല, അത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ PM കിസാന്റെ ജസ്റ്റ് നമുക്ക് നോക്കണം. ബിക്കോസ് ഇങ്ങനെയുള്ള സ്കീമുകൾ ഫിലിംസിന് ആവശ്യമാണ്. സോ PM കിസാനകത്ത് നിലവിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് 6000 രൂപ 6000 റുപ്പീസ് പെർ ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതും ഒറ്റ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല, 3 ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിന്റെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട്സിലേക്കാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ ലാൻഡ് ഹോൾഡിംഗ് ഫാമേഴ്സ് ഇറസ്പെക്ടീവ് ഓഫ് ദ സൈസ് ഓഫ് ദർ ലാൻഡ് ഹോൾഡിംഗ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അങ്ങനെ സ്വന്തമായിട്ട് ഭൂമിയുള്ള എല്ലാ ഇറസ്പെക്ടീവ് ഓഫ് സൈസ് ഉള്ള ഫാമേഴ്സിന്റെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് PM കിസാൻ. എത്ര രൂപയാണ്? 6000 രൂപ പെർ ഇയർ ആണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അതും 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സുകളായിട്ട് 2000 രൂപയുടെ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്കീം നമ്മൾ തുടങ്ങിയത് PM കിസാൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്ന് നമ്മൾ തുടക്കം കുറിച്ചത് 2019 ഫെബ്രുവരിയിലാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീം എന്നുള്ള കാര്യം ഓർക്കാം. സ്കീമുകൾ നമുക്ക് സെൻട്രൽ സെക്ടർ ആകാം, സെൻട്രൽ സ്പോൺസേഡ് ആകുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോഴേക്കും ഇവിടെ 100% ഫണ്ടിങ് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ചേർന്നിട്ടായിരിക്കും അതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത്. ഇവിടെ 100% സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്. ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമർ വെൽഫെയർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബട്ട് ഇതിലേക്കുള്ള ആളുകളെ ഫാർമേഴ്സിനെ കണ്ടുപിടിക്കുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അല്ലെങ്കിൽ പറഞ്ഞ UTസിനാണ്, യൂണിയൻ ടെറിട്ടറീസിനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പം അതിനുവേണ്ടി ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിയൻ ടെറിട്ടറീസും ആണ്. പക്ഷേ ഫണ്ട് കംപ്ലീറ്റ്ലി പറഞ്ഞ ആര് കൊടുത്തിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് കൊടുക്കുന്നത്, ഫണ്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, ഇറസ്പെക്ടീവ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് എല്ലാ ഫാമേഴ്സിനും ഇത് പോസിബിൾ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതാണ് ഈ ഒരു ആർട്ടിക്കിളിലാണ് നമുക്ക് സ്കീം റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ. സ്കീം പഠിക്കുമ്പോൾ മിനിസ്ട്രിയും കൃത്യമായിട്ട് നോക്കണം. അതിന്റെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ സെക്ടർ ആണോ സെൻട്രലി സ്പോൺസർഡ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പഠിച്ചിരുന്നേക്കാം. ഓക്കെ, പിന്നെ അതിന്റെ എയിമും ഇവിടെ എയിം പറയുവാണെങ്കിൽ ഫാമേഴ്സിന് ഇൻകം സപ്പോർട്ട് ആണ് മെയിൻലി ഇവിടെ നമുക്ക് ഒരു എയിം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് സ്കിൽ ഷോർട്ടേജ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ ഇഷ്യൂസ് ഹാമ്പറിംഗ് AI അഡോപ്ഷൻ ഇന്ത്യ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട. ബിക്കോസ് ഇതൊക്കെ നമുക്ക് മെയിൻസിനൊക്കെ ആവശ്യമായിട്ട് മാറിയേക്കാം. ഇപ്പം ലോകമെമ്പാടും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇന്ത്യയും അതേ പാതയിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ വരും കാലഘട്ടത്തിൽ ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് AI അഡോപ്ഷനിൽ ഇന്ത്യ പുറകോട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് വേറൊന്നുമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനീസിന് നമുക്കറിയാം ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഈ AI ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ കുറെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്, കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഇത് കൊടുക്കുന്ന വഴി. പക്ഷേ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് അത് ഓപ്പർച്യൂണിറ്റി ഹാർനസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഇവിടെയുള്ള കമ്പനീസിന് അധികം AI മോഡൽസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ AI ബന്ധപ്പെട്ടുള്ള സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ കിട്ടാനില്ല. ഇതാണ് about 20% of the business reports having 51 to over 100 AI projects stalled at the planning stage. അതായത് ഇവിടെയുള്ള 20% ബിസിനസ്സുകളിലും, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന 20% ബിസിനസ്സുകളിലും അവര് ഏകദേശം AI പ്രൊജക്ടുകൾ 51 മുതൽ 100ഓളം AI പ്രൊജക്ടുകൾ സ്റ്റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിർത്തലിന്റെ പക്കത്തിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് 12% പ്രൊജക്ടുകൾ കംപ്ലീറ്റ്ലി തന്നെ അത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു, അത് ഉപേക്ഷിച്ചു കളഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള AI ഒക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ഭാഗമായിട്ടുള്ള ടാലന്റിനെ കിട്ടാനില്ല. റിസർച്ച് ഫൗണ്ട് ദാറ്റ് 31%
പെർസെന്റേജ് ഓഫ് ഇന്ത്യൻ ബിസിനസ്സസ് ലാക്ക് ദ ടാലന്റ് റിക്വയർഡ് ടു ഡെവലപ്പ് എ ഡെവലപ്പ് ചെയ്യാനുള്ള ടാലന്റ് നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ വൈൽ 18% ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ റോൾ ഔട്ടിംഗ് ഡെവലപ്ഡ് സൊല്യൂഷൻ. ഒന്നിപ്പോ 31% ബിസിനസ്സുകളും പ്രോപ്പർ ആയിട്ടുള്ള എ മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി ആ ഒരു പല കമ്പനികൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ റോൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം 26% എ ഡിസിഷൻ മേക്കേഴ്സ് സൈറ്റഡ് ഇൻസഫിഷ്യന്റ് ആക്സസ് ടു ട്രസ്റ്റഡ് ഡേറ്റ. അതായത് ഇത്തരത്തിൽ കിട്ടുന്ന ഡേറ്റാസ് ഒക്കെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് ഡേറ്റ ലീക്കേജസ് ഉണ്ടാകുന്ന ആണോ എന്നുള്ളതും സംശയത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഇപ്പോൾ ഡേറ്റ സെക്യൂരിറ്റിയുടെ പേരിൽ ഈ പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് കമ്പനിയുണ്ട്. വൈൽ 16% ഓഫ് ദ ബിസിനസ് റിപ്പോർട്ട് കൺസേൺസ് അബൌട്ട് കസ്റ്റമർ ട്രസ്റ്റ്. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ കസ്റ്റമേഴ്സിന് വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നതും ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് പറയാം, അപ്പം പറയുവാണെങ്കിൽ അബൌട്ട് 57% റെസ്പോണ്ടൻസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദീസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഹസ് ലെഡ് ടു റെഡ്യൂസ്ഡ് എ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം എ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയ്ക്കുന്നതിന് ഒരു കാരണം നമ്മൾ പറഞ്ഞു, സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്ഫോഴ്സ് ഇല്ല. രണ്ടാമത്താണ് ഇതിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതിലൂടെ വരുന്നതാണ് സൈബർ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് ഇതിനകത്ത് മെയിൻലി എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ദെൻ ഇതിനകത്ത് അടുത്തൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് അറൌണ്ട് അബൌട്ട് 92% ഓഫ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ്സ് ഐഡന്റിഫൈ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ഹാക്കിംഗ് ആൻഡ് സൈബർ ത്രെറ്റ്സ് ആർ ദ പ്രൈമറി കൺസേൺ. അപ്പോൾ ഇത് എ ഉപയോഗിക്കാതെ മിക്ക കമ്പനികളും എ ഉപയോഗിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം ഏതൊക്കെയാണ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസും ഇൻക്ലൂഡിംഗ് ഹാക്കിംഗ്, സൈബർ ത്രെറ്റുകൾ തുടങ്ങിയതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് എടുത്തു പറയുന്നത്.